എന്താണ് മോളെ ദൈവം എന്തെങ്കിലും വഴി കാണും. അമ്മ ഞങ്ങൾക്ക് കിട്ടി എന്താ പറയുക ശരിയാക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞതാ ദൈവസന്നിധി ഒന്നിനും ഒരു കുറവില്ലത്. നമ്മുടെ കർത്തവ്യം പ്രയാസം ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ അവൻ തീർച്ചയായും വിളിക്കുമെന്ന് പറഞ്ഞു. മക്കൾ പറഞ്ഞതാ അതിന്റെ ശരി. ആ രണ്ടുപേരും എന്തോടിക്കുന്നേ ആ രണ്ടുപേരും കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് തോമസ് കുട്ടി. ഞാനൊരു ദൈവദാസനാണ്. ഞാൻ ഇന്നലെ പ്രാർത്ഥന നിർദ്ദേശിച്ച് ദർശനം കിട്ടി. ഈ ആഹാരം കൂടി ഇവിടെ നൽകണം. ദയവായി സ്വീകരിച്ചാൽ. അതെ, ഞാനും നിങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവത്തിന് സഹായം കൊണ്ടാണ്. ദൈവം ആരെല്ലാം നിങ്ങളെ കൈവിടാനും ദൈവം നിങ്ങളെ കൈവിടില്ല. ഞാൻ പറഞ്ഞില്ലേ ദൈവം ഒരു വഴി കാണുന്നു. അപ്പാ ഭക്ഷണം കഴിച്ചില്ല. അടുത്ത എന്തെങ്കിലും തരണേ. ശരിയാ മോളെ നീ പറഞ്ഞത് വളരെ ശരിയാ. എന്റെ മക്കൾക്ക് നല്ല എനിക്ക് നിന്റെ മൂത്ത് നോക്കാൻ വലിയ നാളെയാണ് ഇവിടുത്തെ അച്ചാരം കാരണം നീ മക്കൾ ഇന്നലെ സദ്യ കിടക്കേണ്ടി വന്നില്ലേ? ഇല്ല മാമി ഞങ്ങൾ കിടന്നില്ല. ഒരു ദൈവദൂതിൽ പക്ഷം വന്നതാണ്. ദൈവദൂതിയോ? അതേ മാമി വിശ്വസിക്കണം. ഒരു ദൈവദൂതൻ ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇവിടുത്തെ അച്ചാരുടെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു വിശ്വാസവും ഇല്ല. കഴിഞ്ഞ പറഞ്ഞാലേ നിങ്ങൾക്ക് കണ്ണാടി കണ്ടു പോയാ കണ്ണാടി വെച്ച് മാറുന്നത് ഇതെന്താ കണ്ണു കാണാത്തില്ല. കണ്ണാടി എവിടെ വെച്ചു ഇതെല്ലാം പോലെ അതായത് കാരണം നിങ്ങൾ കുട്ടി മക്കളുടെ വീട്ടിൽ ഒരു പട്ടി കിടക്കേണ്ടി വന്നില്ല. കാരണം ഒരു ദൈവദൂതൻ വന്ന് അവിടെ രക്ഷിച്ചു വെച്ചേ. ദൈവദൂതൻ ആരാണ്? പുതിയ വാർത്ത പുതിയ വാർത്തകളാണ് ദൈവദൂതൻ. അല്ല നമുക്ക് ഇത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം എന്താ നിനക്ക് എന്തൊക്കെയാണ് കുറവുള്ളോ? രണ്ടാമത്തെ ദൈവം വിളി കേൾക്കുന്നവരാ. ദൈവം വിളി കേൾക്കുന്നു. ഞാൻ എന്റെ പിള്ളേർ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ അരി വാങ്ങിക്കുന്നത്. ദൈവം തന്നെ രാവിലെ കാര്യം കൊണ്ട് തരുവാണ്. ഞാനെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് എവിടെയെല്ലാം വാങ്ങിക്കുന്നത്. എന്താണ് വാങ്ങിയാണ് നമ്മൾ കാട്ടത്തിൽ വയ്ക്കാനും ഇന്ന് ഞാൻ എന്റെ പ്രാണനെ എടുത്തു. നീ നിന്റെ ഗ്രഹകാരികൾ ക്രമപ്പെടുത്തുക. ഉള്ളവരില്ലാതെ നൽകണമെന്ന പ്രമാണം നീ തെറ്റിച്ചു. നമ്മൾ ചെയ്ത് എല്ലാം തെറ്റിപ്പോയി. ദൈവം നമുക്ക് ധാരാളം തന്നു. പാവപ്പെട്ടവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ ആറ്റി വിട്ടവര് ഇന്നലെ തന്നെ നമ്മുടെ കുടുംബം വന്നു. അവരെ ഞങ്ങള് പലരെയും ഞാൻ വേദനിപ്പിച്ച് വഴി വന്നേ അവരോട് ആദ്യം എനിക്ക് വിലക്ക് ഭാവിക്കണം. ദൈവമുണ്ട് ഞാൻ വിശ്വസിച്ചു. അതിന്റെ അടിക്കുന്നവരെ എല്ലാവർക്കും
നീയൊക്കെയാണ് നന്മ ചെയ്യുന്നത്. ഞാൻ പറ്റിയ പുള്ളിയാണ്. ഞാൻ ഒന്നുമില്ലടി പിന്നെ എനിക്ക് മനസ്സിലായി. അവള് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവളെ ഞാൻ മാറ്റി വിട്ടതായിരുന്നത്. അവള് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കാം. നിന്നെ ഞാൻ പേര് പോലും വിളിച്ചിട്ടില്ല. ക്ഷമിക്കണം. എടി അച്ഛാമ്മ, ഈ കാര്യം ഇന്നോളം നിന്റെ വയ്യ. നീ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിയാൽ മതി. ഞാൻ നടത്തിയ ഇഷ്ടമില്ല. എന്റെയില്ല തന്നെ. നീയാണ് നല്ല കിടക്ക്. ഈ അവലത്തിന്റെ കിടക്ക് നീയാണ്, ഞാനല്ല. ഇന്നെനിക്ക് മനസ്സിലായത്. എന്നെ പഠിപ്പിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതാ പോലെ കള്ളക്കിടക്ക് എഴുതല്ല. സർക്കാരിനുള്ളത് സർക്കാരിന്, നമുക്കുള്ളത് നമുക്ക് മതി. അല്ലാതെ ഒറ്റ പൈസ